സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ശരിക്കും മിസ് ചെയ്യാൻ പറ്റാത്ത വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ആയിക്കാടി മുതൽ ബന്ദിയോട് വരെയുള്ള പുതിയൊരു അപ്ഡേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോത്തോടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. റിവ്യൂലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ ഫുൾ സ്ക്രീനായി തന്നെ ഹൈ ക്വാളിറ്റിയിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ദൃശ്യഭംഗി അത്രയും കൂടുതൽ ദൃശ്യഭംഗിയോടെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, ആരിക്കാടി അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട്. മണ്ണിട്ട് ഉയർത്തുന്ന ഒരു വശത്തെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനുശേഷം മെറ്റൽ കമ്പാക്ട് ചെയ്യണം. പിന്നീട് വെറ്റ് മിക്സ് ഫുള്ള് കമ്പാക്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, താഴെ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുകയാണ്. കാണാം, മുഴുവനായിട്ടും ദൈഭാഗം മുതലാണ് ഇനിയിപ്പം ഇവിടുന്ന് അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡ് ആരംഭിക്കുന്നത്. ബാക്കിയുള്ള ഭാഗം നേരത്തെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മുഴുവനും ഫ്രിക്ഷൻ സ്ലാബ് കോൺക്രീറ്റ് കാസ്റ്റിംഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടുന്ന് ഈ ഭാഗം മുതലാണ് അരിക്കാടി അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡ് ആരംഭിക്കുന്നത്. നല്ല വേഗത്തിലാണ് ഇപ്പോൾ വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നുള്ളത്. കാണാം, ഈ ഭാഗത്ത്, അതായത് വലതുവശത്ത് മുഴുവനും ഫ്രിക്ഷൻ സ്ലാബ് ഇൻസ്റ്റാളേഷൻ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ഇപ്പം അതിൻ്റെ ബാക്കിയുള്ള പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇത് തുടങ്ങിയാൽ പിന്നെ നല്ല വേഗത്തിലായിരിക്കും. ഫ്രിക്ഷൻ സ്ലാബ് കുറച്ച് ടൈം പിടിക്കുന്നു. അതിനെ ഇരുത്താനും സെറ്റ് ചെയ്യാനും കുറച്ച് ടൈം പിടിക്കുന്നുണ്ട്. അപ്പം നല്ല വേഗത്തിലും നടക്കേണ്ടതുണ്ട് ഈ ഭാഗത്തെ വർക്ക്. കാണാം, ബാക്കിയുള്ള ഇതിപ്പോൾ ലൈയിങ് ചെയ്യുന്ന ഭാഗം ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വശത്ത്, വലതുവശത്ത്. ഇപ്പം ഇടതുവശത്തും അതേ പ്രവൃത്തികൾ നടക്കാനുണ്ട്. ഇപ്പം മണ്ണ് ഏകദേശം ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. മണ്ണിടുന്ന പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമുള്ള ബാക്കി പ്രവൃത്തികളാണ് നടക്കേണ്ടത്. അതിനുശേഷം ഈ ഭാഗത്ത് കുറച്ചും കൂടി മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട്. ഈ ഭാഗമാണ് കാണേണ്ടത്. എത്ര പെട്ടെന്നാണ് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞത് സുഹൃത്തുക്കളെ, കാണാൻ സാധിക്കുമ്പോൾ അടുത്ത് തന്നെ ഇതിന് മുകളിലേക്ക് വാഹനങ്ങൾ കടത്തിവിട്ട് അതിലേക്ക് ഡിവിഷൻ ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിക്കുന്നുണ്ട്. അപ്പം ഈ ഭാഗത്ത് ഇവിടെ സർവീസ് റോഡ് വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഈ മെയിൻ റോഡ്, പുതിയ ടാറിംഗ് ചെയ്ത ഭാഗത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ട് ഇനിയിപ്പം ആ വലതുവശത്തെ സർവീസ് റോഡിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കും. കാരണം എന്നുണ്ടെങ്കിൽ അത്രയും പൊട്ടിപ്പൊളിഞ്ഞിട്ടാണ് ആ സർവീസ് റോഡിൽ, താൽക്കാലിക റോഡാണ്, അന്ന് ടാറിങ് ചെയ്തതാണ്. അപ്പോൾ അതിനുശേഷം വാഹനങ്ങൾ പോയിട്ട് ആ സർവീസ് റോഡ് മുഴുവനായിട്ടും തകർന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. അതേപോലെ തന്നെ ഇടതുവശത്തെ വർക്കും ആരംഭിക്കാനുണ്ട്. ഇപ്പം ഷിറിയ പാലത്തിൻ്റെ അവസാനഘട്ട വർക്കിലാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഷിറിയ പാലത്തിലേക്കുള്ള വാട്ടർ പ്രൂഫിംഗ് പ്രവൃത്തികൾ ആരംഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ ഈ ഭാഗത്തൂടെ ആയിരിക്കും ഡൈവേഷൻ കൊടുക്കുക. അപ്പം കാണാൻ സാധിക്കും, ഷിറിയ പാലത്തിൻ്റെ സൈഡിലുള്ള റീറ്റൈൻ വാളിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷിറിയ പാലത്തിൻ്റെ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഈ അപ്രോച്ച് സ്ലാബിൻ്റെ ഭാഗത്ത് എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. അപ്പം അത് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫിൻ്റെ വർക്ക് ആരംഭിക്കും എന്നാണ് കരുതുന്നത്. അപ്പം ആ ഭാഗത്ത് ഇപ്പോൾ റീറ്റൈൻ വാളിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി അതിന് മുകളിൽ വീണ്ടും ഒരു കോൺക്രീറ്റ് സ്ലാബ്
പ്രവൃത്തികൾ നടക്കാനുണ്ട്. അപ്പം നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത്. ഇപ്പോൾ ചെറിയ പാലം കഴിഞ്ഞുള്ള ഈ ഭാഗത്തൊക്കെ നല്ല ഹൈ സ്പീഡിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ വലതുവശത്തെ സർവീസ് റോഡിൻ്റെ പ്രവൃത്തികളും നടക്കുന്നുണ്ട്. അപ്പോൾ ആ സർവീസ് റോഡ് പ്രവൃത്തികൾ കഴിഞ്ഞാൽ ആ ഭാഗം ക്ലോസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ആ ഗേറ്റ് ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് പോകുന്ന റൈറ്റിലേക്കുള്ള റോഡ് ഉണ്ടല്ലോ, ആ ഭാഗം ക്ലോസ് ചെയ്യണമെങ്കിൽ ഈ സർവീസ് റോഡ് ഓൺ ചെയ്യാതെ ആ ഭാഗം ക്ലോസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആക്സസ് ആ ഭാഗത്തേക്ക് വേറെ ആക്സസ് ഇല്ല. അപ്പം ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളും പിന്നെ ടാറിങ് പ്രവർത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നത്. അപ്പോൾ മഴ കഴിഞ്ഞതിന് ശേഷം മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഹൈ സ്പീഡിലാക്കിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, മുട്ടം ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുട്ടം ഭാഗത്ത് ഒരു ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവ ഇടതുവശത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഫുട് ഓവർ ബ്രിഡ്ജ് വന്നതിന് ശേഷം അടുത്ത സമരമൊക്കെ ഇല്ലാതായി എന്നാണ് തോന്നുന്നത്. കാരണം എന്താണെങ്കിൽ ബാക്കിയുള്ള പ്രവൃത്തികളുടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രവൃത്തികൾ നല്ല സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരുന്നത്, അതായത് ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ. ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തി നല്ല മണ്ണിട്ട് ലെവൽ ചെയ്യുന്നതും കമ്പാക്ട് ചെയ്യുന്നതുമായ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടാറിങ് പ്രവൃത്തികൾ, ബന്ദിയോട് അണ്ടർപാസിൻ്റെ ടാറിങ് പ്രവൃത്തികൾ അടുത്ത് തന്നെ ആരംഭിക്കും. അണ്ടർപാസ് അല്ല, ഓവർപാസിൻ്റെ അടിയിലുള്ള ടാറിങ് പ്രവൃത്തികൾ അടുത്ത് തന്നെ ആരംഭിക്കും. കാരണം വെറ്റ് മിക്സ് ഒക്കെ കമ്പാക്ട് ചെയ്യുന്ന പ്രവൃത്തികൾ അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഈ ഭാഗത്തൊക്കെ വെറ്റ് മിക്സ് നിരത്തിയ ഭാഗത്തൊക്കെ ബിറ്റുമിൻ സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ ഈ ഭാഗത്ത് പ്രവൃത്തികൾ നടക്കും. വലതുവശത്തെ കുറച്ച് പ്രവൃത്തികൾ ഇപ്പോഴും പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. കാരണം തന്നെ ഞങ്ങൾ അത്രയും താഴെ ഭാഗത്ത് ഫുള്ള് പാറയാണ്. അവിടെ ഭാഗത്ത് ഇപ്പം പാറ പൊട്ടിക്കുന്ന പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വലതുവശത്ത് ഭാഗത്തിപ്പോൾ. അതേപോലെ തന്നെ ഈ സോയിൽ നെയിൽ പ്രവൃത്തികൾ നടക്കാൻ ബാക്കിയുണ്ട്.
ബന്ദിയോട് ജംഗ്ഷനിൽ നിന്നുള്ള അതിമനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നത്. അതേപോലെ തന്നെ വലതുവശത്ത് ഇപ്പോൾ സോയിൽ നെയിൽ ചെയ്ത ഭാഗത്ത് ഇപ്പോൾ കോൺക്രീറ്റ് സ്പ്രേ ചെയ്യുന്ന പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത് തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞാൽ ഈ വാഹനങ്ങളെ താഴത്തുകൂടെ പ്രവേശിപ്പിക്കുമെന്നാണ് കരുതുന്നത്. കാരണം ഞങ്ങൾ ടാറിങ് പ്രവൃത്തി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് അത്ര ട്രാഫിക് ടൈറ്റ് ഉണ്ടാവുകയില്ല. അതിനുവേണ്ടി നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. താഴെ കാണാൻ നിങ്ങൾക്ക് സോയിൽ നെയിൽ ചെയ്ത ഭാഗത്ത് കോൺക്രീറ്റ് സ്പ്രേ ചെയ്യുന്നതുമായ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ബന്ദിയോട് കഴിഞ്ഞ് കുക്കാർ പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വേഗത്തിലാണ് ഈ ഭാഗങ്ങളിലും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. വൺ സൈഡ് വർക്ക് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സ്പാന് കോൺക്രീറ്റ് സ്ലാബ് കഴിഞ്ഞ്. സെക്കൻഡ് സൈഡ് ഇപ്പം ഇതൊക്കെ ഫിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു നേരെ ഫിറ്റിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം കറക്റ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ സ്ലാബ് വർക്കാണെന്നുള്ളത്. അത് നല്ല പോലെ വർക്ക് തീരും. അടിപൊളി സ്പീഡാണെന്നുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ നിങ്ങൾക്ക് കണ്ടല്ലോ, കൈക്കമ്പ ഭാഗം, ഉപ്പള ഭാഗം, പിന്നെ നമ്മുടെ ഓസങ്കടി ഭാഗത്തെ ദൃശ്യങ്ങളാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഉള്ളത്. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ, ബൈ ബൈ.